തിരനോട്ടം എന്ന സിനിമയിലൂടെയാണ് സിനിമയിലേക്കുള്ള എൻ്റെ തിരനോട്ടം. 1978 കലാപരമായ പശ്ചാത്തലങ്ങളൊന്നുമില്ലാത്ത കുടുംബമായിരുന്നു എൻ്റേത്. സിനിമ വിദൂരമായ ഒരു വർണ്ണലോക സാന്നിധ്യം മാത്രം. പക്ഷേ എനിക്ക് സ്നേഹനിർഭരമായ ഒരു സൗഹൃദ ലോകമുണ്ടായിരുന്നു. ആ ലോകത്ത് സിനിമ ശക്തമായ ഒരു അഭിനിവേശമായിരുന്നു. അവരാണ് ഞാനെന്ന കടലാസു വഞ്ചിയെ സിനിമ എന്ന മഹാസമുദ്രത്തിലേക്ക് ഒഴുക്കിവിട്ടത്. പിന്നീട് കാറ്റിനും കാലത്തിനുമനുസരിച്ച് അത് മുന്നോട്ടൊഴുകി. ചിലപ്പോൾ കടൽ ശാന്തമായിരുന്നു, മറ്റു ചിലപ്പോൾ വൻ തിരമാലകൾ വഴി തടഞ്ഞു. മഴ കൊണ്ടു, മഴവില്ലു കണ്ടു. ആ വഞ്ചി തെന്നിയും തെറിച്ചും ഇപ്പോഴും മുന്നോട്ട് നീങ്ങുന്നു. തലോടലുകൾക്കും താങ്ങുകൾക്കും നന്ദി പറയുന്നു. ഒപ്പം തിരസ്കാരങ്ങളെയും തടസ്സങ്ങളെയും ഞാനൊരു തുള്ളി വെറുപ്പില്ലാത്ത ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു. ഹൃദയത്തിൻ്റെ കയ്യൊപ്പ് മോഹൻലാൽ. മഹാനടനായ മോഹൻലാലിൻ്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. കെ.ടി. മുഹമ്മദ് 1927 ജനിച്ച് 2008 അന്തരിച്ചു. മഞ്ചേരിയിൽ ജനിച്ചു. പ്രവർത്തനരംഗം കോഴിക്കോടായിരുന്നു. നാടകരംഗത്ത് നിരന്തരമായ പരീക്ഷണങ്ങൾ നടത്തി തൻ്റേതായൊരു ശൈലി രൂപപ്പെടുത്തിയ നാടകകാരൻ. കെ.ടി. എന്ന രണ്ടക്ഷരത്തിലൂടെ അറിയപ്പെടുന്ന ഇദ്ദേഹത്തിൻ്റെ നാടകങ്ങളിലധികവും മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണങ്ങളാണ്. കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഊരും പേരും, ഇതു ഭൂമിയാണ്, കാഫർ, നാൽക്കവല, അസ്ഥിവാരം, മേഘസന്ദേശം, വെളിച്ചം വിളക്കന്വേഷിക്കുന്നു, ചുവന്ന ഘടികാരം, അപരിചിതൻ, കടൽപ്പാലം, തുറക്കാത്ത വാതിൽ, സംഗമം, സൃഷ്ടിസ്ഥിതി സംഹാരം, സാക്ഷാത്കാരം, ദീപസ്തംഭം, മഹാശ്ചര്യം തുടങ്ങിയ നാടകങ്ങളും മാംസപുഷ്പങ്ങൾ എന്ന നോവലും കണ്ണുകൾ, ചിരിക്കുന്ന കത്തി എന്നീ കഥകളും കണ്ടം വെച്ച കോട്ട്, അച്ഛനും ബാപ്പയും, കടൽപ്പാലം, രാജഹംസം മുതലായ തിരക്കഥകളും രചിച്ചിട്ടുണ്ട്. പാട്ടിൻ്റെ പാലാഴി. കോഴിക്കോട് പട്ടണം. പഴയ പോലീസ് ലൈനിനടുത്ത റോഡ്. ആളുകൾ കൂടി നിൽക്കുന്നു. അതിനു നടുവിൽ നിന്ന് കള്ളി ബനിയനിട്ട 10-12 വയസ്സുള്ള ഒരു പയ്യൻ പാടുകയാണ്. സ്വന്തം ഉദരം തന്നെയാണ് അവൻ്റെ തബല. കൂടി നിന്നവരോട് അവൻ കൈനീട്ടി. കുറച്ചു ചില്ലറ കിട്ടി. കൂടി നിന്നവർ പിരിഞ്ഞു. കുഞ്ഞു മുഹമ്മദ് എന്നു പേരുള്ള ഒരു പോലീസ് കോൺസ്റ്റബിൾ, നമ്പർ 353, പയ്യൻ്റെ പാട്ടുകേട്ട് അപ്പുറം നിന്നിരുന്നു. പിരിവ് കഴിഞ്ഞ് പോകാൻ തുടങ്ങിയപ്പോൾ പയ്യനെ ആ കോൺസ്റ്റബിൾ വിളിച്ചു. വാടാ. പേര് ചോദിച്ചു. സാബിർ ബാബു, അവൻ പറഞ്ഞു. ബാപ്പ ബംഗാളിയാണെന്നും ഉമ്മ കോഴിക്കോട്ടുകാരിയാണെന്നും ബാപ്പ മരിച്ചപ്പോൾ കുടുംബം ശിഥിലമായെന്നും അവൻ കുഞ്ഞു മുഹമ്മദ്ക്കയോട് പറഞ്ഞു. എൻ്റെ കൂടെ പോര്, നീ എങ്ങും പോകണ്ട. 2 അനിയന്മാരും 2 അനിയത്തിമാരുമുള്ള വീട്ടിലേക്കാണ് അദ്ദേഹം ബാബുവിനെ കൊണ്ടുപോയത്. കുളി കഴിഞ്ഞപ്പോൾ ഭക്ഷണവും വസ്ത്രവുമെല്ലാം നൽകി. വൈകുന്നേരം ഒഴിഞ്ഞ പോലീസ് മുറിയിൽ ഹാർമോണിയം ഒപ്പിച്ച് സുഹൃത്തുക്കളെ വിളിച്ച് ബാബുവിനെ കൊണ്ട് ഗാനമേള സംഘടിപ്പിച്ചു. മറ്റൊരു ലൈൻ മുറിയിൽ താമസിച്ചിരുന്ന ഞാൻ പാട്ട് കേൾക്കാൻ പോയി നിന്നു. പിന്നെ സമപ്രായക്കാരായ ഞങ്ങൾ കൂട്ടുകാരായി. കുഞ്ഞു മുഹമ്മദ്ക്കയുടെ 2 അനിയന്മാരടക്കം ഞങ്ങൾ 8-10 കുട്ടികൾ ഉണ്ടായിരുന്നു. കോർണേഷൻ തിയേറ്ററിനടുത്തായിരുന്നു ഞങ്ങളുടെ കളിസ്ഥലം. സിനിമ എന്നാൽ ഒരുതരം ഭ്രാന്താണ്. തിയേറ്ററിൽ അധികവും തമിഴ് നാടകങ്ങൾ. പലതും കാണാൻ ശ്രമിച്ചു. കണ്ടില്ലെങ്കിലും അറിയാൻ ശ്രമിച്ചു. ആദ്യ നാടകം, ആദ്യ സംഗീതം. ഒരു ദിവസം പോലീസ് മുറിയിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കും ഒരു നാടകം കളിക്കണമെന്ന് അഭിപ്രായപ്പെട്ടു. എല്ലാവർക്കും താൽപ്പര്യം. ആ കൂട്ടായ്മയിൽ അല്പം ശ്രദ്ധേയമായി സംസാരിക്കാറുള്ള എൻ്റെ നേരെയാണ് നാടകമെഴുതാൻ അവർ വിരലുകൾ ചൂണ്ടിയത്. നാടകമെന്നാൽ എന്താണ്, അതിൻ്റെ കലാപരമായ സ്വഭാവം എന്താണ് എന്നൊന്നും ആ പ്രായത്തിൽ അറിയില്ലായിരുന്നു. ഒരു കുട്ടിക്കാല കൗതുകം എന്ന നിലയ്ക്ക് ആ വെല്ലുവിളി ഞാൻ സ്വീകരിച്ചു. ദിവസങ്ങൾക്കുള്ളിൽ നാടകമെഴുതി. ആര് സംഗീത സംവിധാനം നിർവഹിക്കും? അന്വേഷിച്ച് വിഷമിക്കേണ്ടി വന്നില്ല. സാബിർ ബാബുവിനെ ചുമതലപ്പെടുത്തി. അപ്പോഴേക്കും പാട്ടുകളും ഞാൻ തന്നെ എഴുതി കഴിഞ്ഞിരുന്നു. സുഹൃത്തുക്കളെ കഥാപാത്രങ്ങളായി നിശ്ചയിച്ച് ഞങ്ങൾ റിഹേഴ്സലും തുടങ്ങി. കുഞ്ഞു മുഹമ്മദ്ക്കയായിരുന്നു രക്ഷാധികാരി. അവതരണ സമയമായപ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. എവിടെ, എങ്ങനെ അവതരിപ്പിക്കും? ആ ശ്രമം പോലീസ് ലൈനിൻ്റെ അന്തരീക്ഷത്തിൽ പരാജയപ്പെടുകയായിരുന്നു. ബാബുരാജിനെ മാത്രമല്ല, എന്നെയും കെ.പി. ഉമ്മർ,
കോഴിക്കോട് അബ്ദുൽ ഖാദർ എന്നിവരെയുമെല്ലാം വളർത്തിയെടുത്തത് പോലീസ് കോൺസ്റ്റബിൾ കുഞ്ഞു മുഹമ്മദ് കയാണ്. വിദ്യാഭ്യാസമില്ലെങ്കിലും സംഗീതമടക്കം എല്ലാ കലകളിലും അദ്ദേഹത്തിന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. അക്കാലത്ത് കോഴിക്കോട്ടെ പഞ്ചായത്ത് മാളികകളിൽ സംഗീത സദസ്സുകൾ സംഘടിപ്പിക്കുന്നതിൽ സദാ സന്നദ്ധനായിരുന്നു. നല്ലൊരു സ്പോർട്സ്മാനും കൂടിയായ കുഞ്ഞു മുഹമ്മദിക്ക നിയോഗം പോലെ ബാബുരാജിനെ, അതായത് സാബിർ ബാബുവിനെ പോലെ കോഴിക്കോട് അബ്ദുൽ ഖാദറിനെയും, മുമ്പ് ലെസ്ലി എന്നായിരുന്നു പേര്, കണ്ടെത്തിയത് ഇദ്ദേഹമായിരുന്നു. ഇവരെ വളർത്തിയെടുക്കൽ തൻ്റെ നിയോഗമായി കരുതി അദ്ദേഹം അവരെ പ്രോത്സാഹിപ്പിച്ചു. രണ്ടുപേരെയും ചേർത്ത് കോഴിക്കോട്ടെ സദസ്സുകൾക്ക് മുന്നിൽ ഗാനമേളകളും കച്ചേരികളും കുഞ്ഞു മുഹമ്മദ് ക സംഘടിപ്പിച്ചു. ബാബുവും ഖാദറും മത്സരബുദ്ധിയോടെ സദസ്സിന് മുന്നിൽ കച്ചേരി പൊടിപൊടിക്കുമ്പോൾ സുഹൃത്തുക്കളുടെ കയ്യിൽ കാശ് നൽകി മാല, അതായത് ഗിഫ്റ്റ് പൂമാല വാങ്ങിക്കാൻ ഈ മനുഷ്യൻ ചട്ടം കെട്ടും. നന്നായി പാടുന്നവരുടെ കഴുത്തിൽ അണിയിക്കാനാണിത്. ലെസ്ലിക്ക് സംഗീതത്തെപ്പറ്റി ശാസ്ത്രീയമായി ബോധ്യമുണ്ടായിരുന്നില്ല. അഭ്യാസപരതയും കുറവായിരുന്നു. എങ്കിലും നല്ല സ്വരമാധുരി ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ ബർമ്മയിൽ അളിയൻ്റെ അടുത്ത് പോയ അയാൾ അബ്ദുൽ ഖാദറായാണ് തിരിച്ചെത്തിയത്. കോഴിക്കോട്ടുകാരനായതിനാൽ പിന്നീട് കോഴിക്കോട് അബ്ദുൽ ഖാദറായി. സിനിമാ രംഗത്ത് കടന്നതിൽ പിന്നെയാണ് സാബിർ ബാബുരാജായി മാറിയത്. കുഞ്ഞു മുഹമ്മദ് കയുടെ താഴെയുള്ള സഹോദരിയെ അബ്ദുൽ ഖാദർ വിവാഹം ചെയ്തു. രണ്ടാമത്തെ സഹോദരിയെ വൈകാതെ സാബിർ ബാബുവും. ബാബുവിൻ്റെ നിസ്സഹായാവസ്ഥ. ബാബുവിന് വിദ്യാഭ്യാസം കുറവായിരുന്നു. തെരുവിൽ നിന്ന് വരുന്ന ഒരു കുട്ടിയുടെ ആ സംസ്കാരത്തിൻ്റെ ഒരു നിസ്സഹായത സ്വഭാവത്തിൽ പ്രകടമായിരുന്നു. ബോധം ഉണരുമ്പോഴേക്ക് സംഗീതത്തിൻ്റെ പ്രതിഭാപരമായ ശക്തി അവനിൽ രൂഢമൂലമായി കഴിഞ്ഞിരുന്നു. പക്ഷേ അതിനെക്കുറിച്ച് അവൻ പൂർണ്ണ ബോധവാനായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിരുന്നത്. പാട്ടിലും ഹാർമോണിയം, തബല വായനയിലുമെല്ലാം ബാബു തൻ്റെ പ്രതിഭ കണ്ടെത്തുകയായിരുന്നു. ഇതിലെല്ലാം അവൻ പ്രാവീണ്യം നേടിയിരുന്നു. വിരലുകൾ ശബ്ദങ്ങൾക്കിടയിൽ പറക്കുകയാണ് എന്ന് തോന്നിപ്പോകും. ജലതരംഗം വായിക്കുന്നതിൽ അവൻ്റെ ശ്രുതിബോധം പ്രകടമായിരുന്നു. സംഗീത സംവിധാനത്തിൽ നേട്ടങ്ങളിൽ നിന്ന് നേട്ടങ്ങളിലേക്ക് വളരുമ്പോൾ കിട്ടുന്ന അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും ഉൾക്കൊള്ളാൻ ശ്രമിക്കുമ്പോൾ അവയുടെ സാംസ്കാരിക തലങ്ങളുടെ മുന്നിൽ ബാബുരാജ് തളർന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കെ ടി മുഹമ്മദ്.